ഹലോ ഓൾ, ഈ വീഡിയോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രെഡ് സിങ്ക്രണൈസേഷൻ്റെ രണ്ട് ടൈപ്പ് ഉള്ളതിൽ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് മെത്തേഡിനകത്ത് വരുന്ന ടൈപ്സ് എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അടുത്തുള്ളതാണ് ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിങ്ക്രണൈസ് ചെയ്ത ത്രെഡ്സിനെ നമ്മൾ അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അലോ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ നോർമൽ കേസിൽ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പം സിങ്ക്രണൈസ്ഡ് മെത്തേഡിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒരു ത്രെഡ് ടീച്ചർ ഉണ്ടെന്ന് വിചാരിക്കുക, അത് ആദ്യം ലോക്ക് അക്വയർ ചെയ്യും, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത ത്രെഡിന് എന്ത് കൊടുക്കുന്നത്, ലോക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ മെക്കാനിസത്തിൽ ഈ ഒരു ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോപ്പറേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ത്രെഡ് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ റൺ ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ത്രെഡിന് ആ ലോക്ക് റിലീസ് ചെയ്തിട്ട് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ പോകാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാക്കിയുള്ള ത്രെഡിന് എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഈ ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ക്ലാസ്സിന്റെ കുറച്ച് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഒന്നാണ് ഈ വെയിറ്റ് എന്ന് പറയുന്നത്, പിന്നുള്ള രണ്ട് മെത്തേഡാണ് നോട്ടിഫൈയും നോട്ടിഫൈ ഓളും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒബ്ജക്റ്റ് ക്ലാസ്സിന്റെ മെത്തേഡ്സ് ആണ്. വെയിറ്റ് മെത്തേഡ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ത്രെഡിന്റെ ലോക്ക് റിലീസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഒരു വെയിറ്റിംഗ് സ്റ്റേറ്റിൽ പോവും. എന്നിട്ട് വേറെ ആരെങ്കിലും നോട്ടിഫൈ അല്ലെങ്കിൽ നോട്ടിഫൈ ഓൾ എന്ന് പറയുന്ന മെത്തേഡ് വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അത് ആക്റ്റീവായി വരും. ഓക്കെ, ഇനി അടുത്തുള്ള മെത്തേഡാണ് നോട്ടിഫൈ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ടിഫൈ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ത്രെഡ് വെയിറ്റ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ്, വെയിറ്റ് മെത്തേഡ് വിളിച്ച് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിൽക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ത്രെഡ് നോട്ടിഫൈ എന്ന് പറഞ്ഞൊരു മെത്തേഡ് അയച്ചു കഴിഞ്ഞാൽ ഈ വെയിറ്റിംഗ് സ്റ്റേറ്റിലുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, അത് വീണ്ടും ആക്റ്റീവ് ആകും. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടിഫൈ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നോട്ടിഫൈ ഓൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടിഫൈ പോലെ തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ത്രെഡ്സ് വെയിറ്റിംഗിലാണെങ്കിൽ ആ എല്ലാ ത്രെഡ്സിനും അത് എന്ത് ചെയ്യും, വേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നോട്ടിഫൈ ഓളിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂന്ന് മെത്തേഡ്സ് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് മെത്തേഡ്സ് ആണ് വെയിറ്റും നോട്ടിഫൈയും നോട്ടിഫൈ ഓളും. ഇതെല്ലാം ഒബ്ജക്റ്റ് ക്ലാസ്സിനകത്താണ് വരുന്നത്. ഓക്കെ, നോട്ടിഫൈ ഓൾ എന്ന് പറയുന്നതെല്ലാം നമ്മൾ ക്യാമൽ കേസിലാണ് എഴുതുന്നത്, അത് നിങ്ങളൊന്ന് ഓർത്ത് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ഈ വെയിറ്റും നോട്ടിഫൈ ഓൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് ജസ്റ്റ് ഡയഗ്രാം നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിലോട്ട് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ നോക്കിയ ത്രെഡിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് സ്റ്റേറ്റ്സ് എല്ലാം അറിയാം. ന്യൂ ബോൺ സ്റ്റേറ്റ്, റണ്ണബിൾ സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ്, ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റ്, ഡെഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ മെത്തേഡ്സ് ആയിട്ടുള്ള വെയിറ്റും നോട്ടിഫൈയും നോട്ടിഫൈ ഓളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ത്രെഡ് റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിനകത്ത് നിന്ന് ഈ വെയിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ നേരെ ബ്ലോക്ക് സ്റ്റേറ്റിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ത്രെഡ് നോട്ടിഫൈ അല്ലെങ്കിൽ നോട്ടിഫൈ ഓൾ വിളിച്ചാലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റേറ്റിലുള്ള ത്രെഡ് എന്ത് ചെയ്യുന്നത്, റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലോട്ട് വരുന്നത്. അതും ഈ നോട്ടിഫൈ ഓൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നോട്ടിഫൈ ഒരൊറ്റ ത്രെഡിനെ നോട്ടിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നോട്ടിഫൈ ഓൾ എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുന്ന എല്ലാ ത്രെഡിനെയും നോട്ടിഫൈ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ നോട്ടിഫൈ ഓൾ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ആ വ്യത്യാസം നിങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കുക. ഓക്കെ ഓക്കെ, അപ്പം ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ എൻട്രി സെറ്റ്, ദ ഓണർ, വെയിറ്റ് സെറ്റ് എന്ന് പറയുന്ന 3 സെറ്റായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എൻട്രി സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടായിട്ടുള്ള ത്രെഡ്സ് ആണ്. പിന്നെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് അക്വയർ ചെയ്ത് അതിൽ ഓണർഷിപ്പ് കിട്ടും. പിന്നെ വെയിറ്റിംഗ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് മെത്തേഡ് വിളിച്ചിട്ട് ലോക്ക് റിലീസ് ചെയ്തിട്ട് ഒരു നോട്ടിഫൈന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന ത്രെഡ്സിനെയാണ് നമ്മൾ വെയിറ്റിംഗ് സെറ്റിനകത്തുള്ള ത്രെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റണ്ണിങ് അല്ലെങ്കിൽ റണ്ണബിളിലുള്ള ത്രെഡ് ഒരു സിങ്ക്രണൈസ്ഡ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ലോക്ക് അക്വയർ ചെയ്യും. അക്വയർ ചെയ്തതിന് ശേഷം ഒരു വെയിറ്റ് മെത്തേഡ് വിളിക്കുമ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോക്ക് റിലീസ് ചെയ്തിട്ട് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ പോകും. വെയിറ്റിംഗ് സ്റ്റേറ്റിൽ പോയിട്ട് ആരെങ്കിലും നോട്ടിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം ഈ റണ്ണബിൾ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലുള്ള മറ്റുള്ള ത്രെഡുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിങ്ക്രണൈസ്ഡ് മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ പറ്റും ബൈ അക്വയറിങ് ദി ലോക്ക്. അപ്പോൾ അവർ അക്വയർ ചെയ്തിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം എന്താണ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം
റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു നോട്ടിഫൈ എന്ന് പറഞ്ഞൊരു മെത്തേഡ് വിളിക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രെഡ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ T0 എന്ന് പറയുന്ന ത്രെഡ് എന്ത് ചെയ്യും, വീണ്ടും ഈ നോട്ടിഫൈ സിഗ്നൽ കിട്ടുമ്പോൾ ആക്റ്റീവായി ഈ ഒരു ലോക്ക് അക്വയർ ചെയ്ത് വീണ്ടും ഈ ഒരു സിങ്ക്രണൈസ്ഡ് മെത്തേഡ് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിങ്ക്രണൈസ്ഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സിങ്ക്രണൈസ്ഡ് മെത്തേഡിൽ ലോക്ക് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് റിലീസ് ചെയ്ത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോസസ് അല്ലെങ്കിൽ സിസ്റ്റംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കാരണം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൺസ്യൂമർ കൺസ്യൂം ചെയ്താൽ അടുത്ത പ്രൊഡ്യൂസറിന് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം അങ്ങനത്തെ സിനാരിയോസിലെല്ലാം നമുക്ക് ഈ ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പം അത് നിങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇതിൽ കസ്റ്റമർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അതിനകത്ത് ബാലൻസ് എന്ന ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ട്, പിന്നെ 2 മെത്തേഡ് ഉണ്ട്, വിഡ്രോയും ഡിപ്പോസിറ്റും. ഇപ്പോൾ ത്രെഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ത്രെഡ് ഇന്റർഫറൻസ് ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി രണ്ടും സിങ്ക്രണൈസ്ഡ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, 2 സിങ്ക്രണൈസ്ഡ് മെത്തേഡാണ്. ഓക്കെ, നമുക്ക് വിഡ്രോ മെത്തേഡ് നോക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യം ഗോയിങ് ടു വിഡ്രോ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. പിന്നെ ബാലൻസ് എമൗണ്ടിനെക്കാളും കുറവാണെങ്കിൽ ലെസ് ബാലൻസ് വെയിറ്റിംഗ് ഫോർ ഡിപ്പോസിറ്റ് എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ വെയിറ്റ് മെത്തേഡ് വിളിക്കും. ഇനി വെയിറ്റ് മെത്തേഡ് ഇന്ററപ്റ്റ് എക്സെപ്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ ക്യാച്ചിനകത്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും നോട്ടിഫൈ വിളിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ച് കൺട്രോൾ ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഈക്വൽ ടു ബാലൻസ് മൈനസ് എമൗണ്ട് എന്ന് പറഞ്ഞ് ചെയ്യും. അതിനുശേഷം വിഡ്രോ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി അടുത്ത് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന മെത്തേഡിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് വാങ്ങിച്ചിട്ട് ഇവിടെ നമ്മൾ ഗോയിങ് ടു ഡിപ്പോസിറ്റ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് ബാലൻസിന്റെ കൂടെ ഈ എമൗണ്ട് ആഡ് ചെയ്യും. എന്നിട്ട് ഡിപ്പോസിറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ വേറെ ആരെങ്കിലും വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഈ ഒരു ത്രെഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞെന്ന് കാണിക്കാനായിട്ട് നോട്ടിഫൈ എന്ന് പറയുന്ന മെത്തേഡ് വിളിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ 2 മെത്തേഡും വർക്ക് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ 2 ത്രെഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ത്രെഡ് ക്ലാസ്സസ്, ഒന്ന് ത്രെഡ് എയും മറ്റേ ത്രെഡ് ബിയും ആണ്. അപ്പം ത്രെഡ് എ ഞാനിവിടെ ത്രെഡ് ക്ലാസ് വെച്ചിട്ടാണ് ത്രെഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എക്സ്റ്റൻസ് കീവേഡ് വെച്ചിട്ട് അതിനെ ഇൻഹെറിറ്റ് ചെയ്തു. അതിനകത്തൊരു വേരിയബിൾ ഉണ്ട് കസ്റ്റമർ സി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ഈ കസ്റ്റമർ വേരിയബിളിന്റെ റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി എന്ന് പറയുന്ന കസ്റ്റമറിന്റെ റെഫറൻസ് വേരിയബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ത്രെഡ് എ കൺസ്ട്രക്ടറിനകത്ത് നമുക്ക് ഈ ഒരു കസ്റ്റമറിന്റെ റെഫറൻസ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് അത് നമ്മുടെ ഈ സിയിനകത്ത് സേവ് ചെയ്ത് വയ്ക്കും. അതാണ് ഈ ഒരു പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ ചെയ്യുന്നത്. അതിനുശേഷം റണ്ണിനകത്ത് 15,000 രൂപ വിഡ്രോ ചെയ്യാനായിട്ട് 15,000 റുപ്പീസ് വിഡ്രോ ചെയ്യാനായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ത്രെഡ് ബിയുടെ കേസിലായാലും അതുപോലെ തന്നെ ത്രെഡ് ബി നമ്മൾ ത്രെഡ് ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ട്, അത് കസ്റ്റമർ സി ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് പാരാമീറ്ററൈസ് കൺസ്ട്രക്ടറിൽ നമ്മൾ ആ കസ്റ്റമറിനെ വാങ്ങിച്ചിട്ട് ആ റെഫറൻസ് എന്ത് ചെയ്യും, ഈ നമ്മുടെ ഈ ഒരു ത്രെഡ് ബിക്കകത്തുള്ള സിയിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ പബ്ലിക് വോയിഡ് റണ്ണിനകത്തോട്ട് സി ഡോട്ട് ഡിപ്പോസിറ്റ് ഓഫ് 10,000 എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ത്രെഡ് ക്ലാസ്സസ് ത്രെഡ് എയും ത്രെഡ് ബിയും ചെയ്യുന്നത്. ത്രെഡ് എ ആണ് എന്ത് ചെയ്യുന്നത്, വിഡ്രോ എന്ന് പറയുന്ന മെത്തേഡ് വിളിക്കുന്നത്. അതേസമയം ത്രെഡ് ബി ആണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന മെത്തേഡ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഇനിഷ്യലി നമ്മുടെ ബാലൻസ് 10,000 ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇത് നമ്മൾ മെയിൻ എഴുതിയിരിക്കുന്നത് ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്താണ് ഞാൻ മെയിൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, കസ്റ്റമർ സി ഈസ് ഈക്വൽ ടു ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം സിയുടെ കസ്റ്റമറിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ത്രെഡ് എ വെച്ചിട്ട് T0 എന്ന് പറഞ്ഞ ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഈ കസ്റ്റമർ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ത്രെഡിനകത്ത് ഈ കസ്റ്റമർ റെഫറൻസ് കിട്ടാനായിട്ട് ഇതിന്റെ പാരാമീറ്ററൈസ് കൺസ്ട്രക്ടറിൽ ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ T1 എന്ന് പറഞ്ഞ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ത്രെഡ് ബി എന്ന് പറയുന്ന ക്ലാസ് വെച്ചിട്ട്. അതിനകത്ത് ഞാൻ ഈ കസ്റ്റമറിന്റെ ഒബ്ജക്റ്റിന്റെ റെഫറൻസ് ഇരിക്കുന്ന സി എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ T0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, T1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി T0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുക. ഇപ്പൊ ഇനിഷ്യലി ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അപ്പൊ T0 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
T0 നേരെ പബ്ലിക് വോയിഡ് റണ്ണിനകത്തുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിയുടെ റെഫറൻസ് ഇവിടെ ഉണ്ട്. സിയിൽ ഇനിഷ്യലി 10,000 ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് 15,000 വിഡ്രോ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ റണ്ണിൽ വരുമ്പോൾ നേരെ കൺട്രോൾ വിഡ്രോയിനകത്ത് വരും. അപ്പോൾ ഗോയിങ് ടു വിഡ്രോ പ്രിന്റ് ചെയ്യും. ഇനി ബാലൻസ് ലെസ് ദാൻ എമൗണ്ട് ആണെന്ന് നോക്കും. ബാലൻസ് 10,000 ആണ്, എമൗണ്ട് 15,000 ആണ്. അപ്പം ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഇതിനകത്തുള്ള ലെസ് ബാലൻസ് വെയിറ്റിംഗ് ഫോർ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇനി ആരെങ്കിലും ഏതെങ്കിലും ത്രെഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംഗ്രണൈസ്ഡ് ബ്ലോക്കിനകത്ത് ഇപ്പോൾ ലോക്ക് അക്വയർ ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത്. പക്ഷെ വെയിറ്റ് വിളിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ T0 ഈ ഒരു ലോക്ക് റിലീസ് ചെയ്തിട്ട് നേരെ ഒരു വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകും. അപ്പോൾ വേറെ ഏതെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ബ്ലോക്കിനെ അക്വയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ത്രെഡ് T1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് C.deposit വിളിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ മെത്തേഡിലോട്ട് വരും. ഗോയിങ് ടു ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് ബാലൻസ് ഈക്വൽ ടു ബാലൻസ് പ്ലസ് എമൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 10,000 പ്ലസ് 10,000 20,000 കിട്ടും. അതിനുശേഷം ഡിപ്പോസിറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ടിഫൈ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ നോട്ടിഫൈ സിഗ്നലിൽ വരും. അതിനുശേഷം ഇത് റിലീസ് ചെയ്യും. ഇത് റിലീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു T0ക്ക് നോട്ടിഫൈ എന്ന് പറഞ്ഞൊരു മെത്തേഡ് കിട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് ആക്ടിവേറ്റ് ആയിട്ട് ബാലൻസ് ഈക്വൽ ടു ബാലൻസ് മൈനസ് എമൗണ്ട് ചെയ്യും. അപ്പം ബാലൻസ് എന്ന് പറയുന്നത് 20,000 മൈനസ് 15,000 5,000 കിട്ടും. അതിനുശേഷം വിഡ്രോ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഇങ്ങനെ രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിഡ്രോയും ഡെപ്പോസിറ്റും എന്ന് പറയുന്നത് കൺകറന്റ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇൻ കേസ് ഫണ്ട് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് നോട്ടിഫൈ ചെയ്തിട്ട് വീണ്ടും വിഡ്രോ എന്നുള്ള നമുക്ക് ത്രെഡ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ വെയിറ്റും നോട്ടിഫൈയും വെച്ചിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജാവ സി ഇന്റർത്രെഡ് കമ്മ്യൂണിക്കേഷൻ .java ഒന്നുമില്ല. ജാവ ഇന്റർത്രെഡ് കമ്മ്യൂണിക്കേഷൻ കണ്ടോ, ഇവിടെ വിഡ്രോ ചെയ്യാൻ പോയി, ബാലൻസ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ നേരെ വെയിറ്റ് ചെയ്തപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്തു. അതിന് ഡിപ്പോസിറ്റ് മെത്തേഡിൽ പോയിട്ട് ഡിപ്പോസിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ നോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് വിളിച്ചു. ഇപ്പം നേരെ കൺട്രോൾ എവിടെ വന്നു, നേരെ കൺട്രോൾ ഇവിടെ വെയിറ്റിംഗ് സ്റ്റേറ്റിലായിട്ടുള്ള ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഈ വിഡ്രോയുടെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വിഡ്രോ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇന്റർത്രെഡ് കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. മെയിനായിട്ട് നമ്മൾ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രെഡ് സിങ്ക്രണൈസേഷനിൽ കഴിഞ്ഞ സെഷനിൽ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് മെത്തേഡ്സ് ആയിട്ടുള്ള സിങ്ക്രണൈസ്ഡ് ബ്ലോക്ക്, സിങ്ക്രണൈസ്ഡ് മെത്തേഡ്, സ്റ്റാറ്റിക് സിങ്ക്രണൈസേഷൻ നോക്കി. ഈ സെഷനിൽ നമ്മൾ ഇന്റർത്രെഡ് കമ്മ്യൂണിക്കേഷനും നോക്കി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ക്ലാസിന്റെ 3 മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മളത് അച്ചീവ് ചെയ്യുന്നത്. ആ മെത്തേഡ്സ് ആണ് വെയിറ്റും അതുപോലെ തന്നെ നോട്ടിഫൈയും നോട്ടിഫൈ ഓളും. നിങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കുക. ഓക്കെ, ദെൻ താങ്ക് യു.